അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദരണീയനായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി ടി എ റഹീം MLA അവർകൾ, സ്വാഗതം ആശംസിച്ച ജനറൽ സെക്രട്ടറിയും നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ഈ യതീംഖാനയുടെ മുഖമായി നിന്ന TK പരീക്കുട്ടി ഹാജിയുടെ സഹോദരനും കൂടിയായിട്ടുള്ള TK അഹമ്മദ് കുട്ടി ഹാജി, ബഹുമാന്യനായ ഉസ്താദ് ഷബീർ അലി ബാഖവി കൂനഞ്ചേരി, വേദിയിലുള്ള PA ഷുക്കൂർ സാഹിബ്, ബഹുമാന്യനായ വെള്ളർ അബ്ദു സാഹിബ്, VM ഉമർ മാസ്റ്റർ, C മുഹമ്മദ് അബ്ദുറഹ്മാൻ മാസ്റ്റർ, NP ഷിറാസ്, ആദരണീയനായ TK മുഹമ്മദ് മാസ്റ്റർ, പ്രിയപ്പെട്ട ഉസ്താദ് മുഹമ്മദ് ഹൈത്തമി വാവാട്, ഒരുപാട് നേതാക്കളും പണ്ഡിതന്മാരും സ്നേഹനിധികളായ വിദ്യാർത്ഥികളും ഉൾപ്പെടെ പ്രൗഢമായ ഒരു ചടങ്ങിലാണ് നാം ഉള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അതിമഹത്തായ ഉദ്ഘാടന പ്രസംഗമാണ് ഈ വേദിയിൽ നടന്നത്. ആദരണീയനായ മുസ്ലിം കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ കുറിച്ചുവെച്ച വാക്കുകൾക്ക് അടിവരയിടാൻ മാത്രം ഞാൻ ഈ വൈകിയ വേള ഉപയോഗിക്കുകയാണ്. ഒരു സമുദായം അതിൻ്റെ ഏറ്റവും പരാധീനതകളുടെ കാലത്തിലൂടെ, എല്ലാ പ്രയാസങ്ങളുടെയും വൈതരണികളിലൂടെ ജീവിച്ചു പോകുന്ന കാലത്ത് ഇതുപോലുള്ള കൊച്ചു കൊച്ചു വെളിച്ചത്തുരുത്തുകളാണ് ഒരുപാട് ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാക്കിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൊടുവള്ളി യതീംഖാന പോലെ 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് അനാഥത്വത്തിൻ്റെയും സങ്കടങ്ങളുടെയും കെട്ടുപാടുകളിൽ കഴിയുന്ന കുട്ടികളെ വളരെ അഭിമാനപൂർവം ഏറ്റെടുത്ത് വളർത്തി ഒരു സമുദായത്തിൻ്റെ നേതൃനിരയിലേക്കും പ്രൊഫഷണൽ മേഖലകളിലേക്കും ഉത്തുംഗമായ പദവികളിലേക്കും നയിക്കാൻ അന്നത്തെ ദീർഘദർശികളായിട്ടുള്ള മനുഷ്യരുടെ കഠിനാധ്വാനമാണ് ഉണ്ടായിരുന്നത്. TK പരീക്കുട്ടി ഹാജി അടക്കമുള്ള ആളുകളുടെ സേവനം എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്ന നിലയിലും അതിലെ പ്രവർത്തകരെന്ന നിലയിലും മുൻനിരയിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. നിസ്വാർത്ഥമായി തൻ്റെ ജീവിതം പൂർണ്ണമായും ഒടിഞ്ഞു വെച്ച് നടത്തിയിട്ടുള്ള വലിയ സമർപ്പണമായിരുന്നു അവരുടെയെല്ലാം ജീവിതം. ആ ജീവിതങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ ബാക്കി വെക്കുന്നത്. പലപ്പോഴും കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്കൊക്കെ വിവേചന ബുദ്ധിയോടെ തിരിച്ചറിയാവുന്ന ഒരു കാര്യമുണ്ട്. മറ്റേത് ഇന്ത്യയിലെ സമൂഹത്തിൽ നിന്നും വ്യതിരക്തമായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് നേടിയ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് നാം യഥാർത്ഥ ഇസ്ലാമിൻ്റെ അനുയായികളായി നോളജിൻ്റെ പിറകെ പോയി എന്നുള്ളതാണ്. ഞാനൊരു ചെറിയ ചരിത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. 8-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ ആഫ്രിക്കയുടെ വടക്കൻ തീരത്ത് നിന്ന് ഒരു കപ്പലിൽ നിറയെ മനുഷ്യരുമായി ഒരു നാവികൻ ജിബ്രാൾട്ടൻ കടലിടുക്കിലേക്ക് ഒരു കപ്പൽ പടയെ നയിക്കുകയാണ്. ഇസ്ലാം അതിൻ്റെ സുവർണ കാലത്തിലൂടെ പോകുന്ന 8-ാം നൂറ്റാണ്ട്, ആ കാലഘട്ടത്തിലെ അബ്ബാസിയ കാലഘട്ടത്തിലെ മനോഹരമായ കാലം, ഇസ്ലാം ലോകത്തിൻ്റെ പ്രചാരം നേടി ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് ഇസ്ലാമിക ജൈത്രയാത്ര നടക്കുന്ന കാലമാണ്. ആ കപ്പൽ പട നയിച്ചു വന്ന ആളുടെ പേര് താരിഖ് ബിൻ സിയാദ് എന്നായിരുന്നു. ജിബ്രാൾട്ടർ കടലിടുക്കിനടുത്ത് കപ്പൽ നങ്കൂരമിട്ടപ്പോൾ ആ നാവികൻ പറഞ്ഞു തൻ്റെ അനുയായികളോട്, എല്ലാവരും കപ്പലിൽ നിന്നിറങ്ങുക. അനുയായികൾ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരായിരുന്നു. അവരെല്ലാം കപ്പലിൽ നിന്നിറങ്ങി.
കപ്പലിൽ നിന്ന് ഇറങ്ങി തീരത്തടുത്തപ്പോൾ ക്യാപ്റ്റൻ്റെ അടുത്ത ഉത്തരവ് വരികയാണ്. അവസാനമിറങ്ങിയ പടയാളിയോട് ക്യാപ്റ്റൻ പറഞ്ഞു, നാം സഞ്ചരിച്ചു വന്ന കപ്പലിന് തീ വെക്കണം. അത് അതിശയകരമായ ഒരാജ്ഞയായിരുന്നു. കപ്പലിൽ സുരക്ഷിതമായി ആഫ്രിക്കൻ തീരത്ത് നിന്ന് യൂറോപ്പിലേക്ക് തിരിച്ച ആ കപ്പലിലെ നാവികർ ചോദിച്ചു, എന്തിനാണ്, ക്യാപ്റ്റനോട് ചോദിച്ചു, എന്തിനാണ് നമ്മൾ ഈ കപ്പൽ തീ വെക്കുന്നത്? ക്യാപ്റ്റൻ വീണ്ടും തൻ്റെ ഉത്തരവിട്ടപ്പോൾ അനുസരണയോടെ ആ അനുയായികൾ കപ്പലിന് തീ വെച്ചു. അപ്പോൾ താരിഖ് ഇബ്നു സിയാദ് ജിബ്രാൾട്ടറിൽ കടലിടുക്ക് കഴിഞ്ഞ് ഇന്നത്തെ സ്പെയിനിലേക്ക് കാൽ വെച്ചുകൊണ്ടൊരു വാക്ക് പറയുന്നുണ്ട്. ഒന്നുകിൽ വളരെ ന്യൂനപക്ഷമായ നാം പൊരുതി ഈ മണ്ണിൽ മരിച്ചു വീഴും, തിരിച്ചു പോകാൻ നമുക്ക് കപ്പലില്ല, അല്ലെങ്കിൽ നാം വെട്ടിപ്പിടിച്ച് ഈ നാടിനെ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമാക്കും. ഓർക്കണം, ഒരു സമൂഹത്തിൻ്റെ നാവികപ്പടയുടെ ലക്ഷ്യത്തിൽ പ്രധാനമായിട്ടുള്ളത് ഒരു നാടിനെ വൈജ്ഞാനിക കേന്ദ്രമാക്കുക എന്നതായിരുന്നു. ഇപ്പോൾ നമുക്ക് കൗതുകം തോന്നും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. നാം യൂറോപ്പിനെ അനുകരിക്കുന്ന, യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, യൂറോപ്പിലേക്ക് പറന്നു പോകാൻ കൊതിക്കുന്ന കുട്ടികളുടെ കാലമാണ്. പക്ഷെ അന്ന് യൂറോപ്പ് ഏറ്റവും വലിയ, മധ്യകാല യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശാസ്ത്രത്തിനെതിരായിരുന്നു യൂറോപ്പ്, സാമൂഹ്യബോധത്തിനെതിരായിരുന്നു യൂറോപ്പ്, ഗവേഷണങ്ങൾക്കെതിരായിരുന്നു യൂറോപ്പ്, ലൈബ്രറികൾക്കെതിരായിരുന്നു യൂറോപ്പ്, പഠനത്തിനെതിരായിരുന്നു യൂറോപ്പ്. പഠിച്ചാൽ മതത്തെ നിന്ദിക്കുമെന്നും പഠിക്കുന്നവർ വലിയ പ്രയാസമുണ്ടാക്കുമെന്നും ശാസ്ത്രജ്ഞന്മാരാണ് ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധരെന്നും പറഞ്ഞ് ഗലീലിയോ എന്ന വലിയ ശാസ്ത്രജ്ഞനെ അടക്കം ചുട്ടുകൊല്ലുന്ന കാലമായിരുന്നു അത്. ആ കാലത്ത് സ്പെയിനിൽ കാലുകുത്തിയ താരിഖ് ഇബ്നു സിയാദിൻ്റെ നേതൃത്വത്തിൽ ആ കൊച്ചു സംഘം യൂറോപ്പിൻ്റെ ഭൂമിക പിടിച്ചടക്കി അവിടെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കി. ആ സാമ്രാജ്യം നൽകിയ സംഭാവന ഏറ്റവും മികച്ച കാര്യം കുർദോവ എന്ന ഒരു ഗ്രാമമുണ്ടാക്കിയതായിരുന്നു. ആ നഗരമായിരുന്നു നോളജിൻ്റെ ലൈറ്റൻ സ്ഥലം എന്ന് പറയുന്നത്. ഒരു ദീപസ്തംഭം പോലെ ലോകത്തിനു മുമ്പിൽ ശാസ്ത്രജ്ഞന്മാരെ കൊന്നു കുഴിച്ചു മൂടുന്ന കാലത്ത് അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും വെളിച്ചം കാട്ടിയ സമുദായത്തിൻ്റെ പേരാണ് മുസ്ലിം എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ആ നോളജിൻ്റെ പിന്മുറക്കാരാണ് നാം. ഒരു മുസ്ലിമും ഒരു കുറ്റവാളിയുടെ പേരിൽ അറിയപ്പെടേണ്ട സമൂഹമല്ല. ഒരു മുസ്ലിം ഒരു ക്രിമിനലിസത്തിൻ്റെ പേരിൽ അറിയപ്പെടേണ്ട ഒരു സമൂഹമല്ല. അക്രമത്തിൻ്റെയോ തീവ്രവാദത്തിൻ്റെയോ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെയോ പേരിൽ അറിയപ്പെടേണ്ട സമൂഹമല്ല. നമ്മുടെ പിന്തുടർച്ചാവകാശം എന്ന് പറയുന്നത് നോളജാണ്. അതാണ് ബഹുമാന്യനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് അടിവരയിട്ട് പറഞ്ഞ കാര്യം. നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരു വിശ്വാസിയുടെ കളഞ്ഞുപോയ സ്വത്താണ് നോളജ് എന്ന് പറയുന്നത്. നോളജ് പ്രധാനമാണ്. ഇന്നത്തെ ഈ കാലത്തെക്കുറിച്ചും തങ്ങൾ വളരെ വിശദമായി പറയുകയുണ്ടായി. യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികൾക്ക് പിറകെ നടക്കുന്നു. എന്തൊരു മനോഹരമായ വാക്കാണ് തങ്ങൾ ഉപയോഗിച്ചത്. നിങ്ങൾ നോക്കൂ, ഇന്ന് യൂറോപ്പിലെയും UK-യിലെയും അമേരിക്കയിലെയും കാനഡയിലെയും യൂണിവേഴ്സിറ്റികളിൽ സിലബസ് ഉണ്ടാക്കുന്നത് പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടതെന്ന് ഇന്ന് നമ്മൾ NEP പോലെയുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിൽ തുടക്കം ആരംഭിക്കാൻ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾ ഓർക്കണം, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കുട്ടികളാണ് ഞങ്ങൾക്ക് എന്തു പഠിക്കണമെന്ന് സിലബസ് ഉണ്ടാക്കുന്നത്. വിദ്യാർത്ഥികളാണ് മുൻപിൽ നടക്കുന്നത്, യൂണിവേഴ്സിറ്റികൾ പിറകെയാണ് നടക്കുന്നത്. നോളജാണ് പ്രധാനം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് വളരെ ശാസ്ത്ര സാങ്കേതിക മേഖല അതിദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഫിംഗർ ടിപ്പിൽ നമ്മുടെ എല്ലാം നമുക്ക് ലഭിക്കുന്ന ഒരു കാലമാണ്. ഈ കാലത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ആർക്കും വിവരമില്ലാത്തതില്ല എന്നതാണ്. ഇൻഫർമേഷൻ ഓവർലോഡഡ് എന്നാണ് ഈ കാലത്തെ വിളിക്കുന്ന പേര്. അറിവ് കൂടിയിരിക്കുകയാണ്. ഫ്ലഡഡ് ഇൻഫർമേഷൻ, മനുഷ്യന് താങ്ങാൻ കഴിയാത്ത അറിവുകൾ നമുക്ക് നിത്യേന ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഈ കാലത്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടാകേണ്ടത്. അറിവ് നമുക്ക് സമൃദ്ധമായിട്ടുണ്ട്.
പക്ഷെ നമുക്കില്ലാത്തത് തിരിച്ചറിവ് എന്ന് പറയുന്ന കാര്യമാണ്. നോളജിൽ നിന്ന് വിസ്ഡത്തിലേക്ക് മനുഷ്യന് ഉയരാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാം സമ്പാദിക്കേണ്ടത്. ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ഇതാണ്. ദാറുൽ ഹുദയുടെ ജൂനിയർ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് അഭിമാനപൂർവ്വം ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ള സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള സിവിൽ സർവീസ് അക്കാദമിയുണ്ട്. ആ സിവിൽ സർവീസ് അക്കാദമിയിൽ കഴിഞ്ഞ വർഷത്തെ IASന്റെ ഏറ്റവും അവസാനത്തെ പരീക്ഷ മെയിൻസും കടന്ന് ഇൻ്റർവ്യൂവിലെത്തിയ കുട്ടികളിൽ ഒരാൾ ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആഷിഖ് ഹുദവി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്ന് അഭിമാനത്തോടെ ഓർക്കുമ്പോൾ നമുക്കൊരുപാട് അവസരങ്ങളുടെ വാതായനങ്ങൾ തുറക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ എന്ന് ഓർമ്മിക്കണം. ഇന്ന് നമ്മളുടെ ആ തരത്തിൽ തന്നെയാണ് നമ്മളുടെയൊക്കെ കുട്ടികളുടെ വൈജ്ഞാനികമായ ഒരു വിസ്ഫോടനം, എക്സ്പ്ലോഷർ ഓഫ് നോളജ് എന്ന് പറയാവുന്ന തരത്തിലേക്ക് നാം ഉയർന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തെ നന്നായി മനസ്സിലാക്കി തിരിച്ചറിവോടെ മുന്നോട്ട് പോകാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കണം. കുട്ടികൾ ഒരിക്കലും നിരാശപ്പെടാതെ, നമ്മളൊരിക്കലും ചെറിയ കുട്ടികളല്ലെന്ന ബോധ്യത്തോടെ, നമ്മളുടെ ലോകം വളരെ വലുതാണെന്നും വിസ്തൃതമാണെന്നും തിരിച്ചറിവോടെ നിങ്ങൾ മുന്നോട്ട് പോവുക. അള്ളാഹു സഹായിക്കട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക് ഓർമ്മകൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും. പണ്ടൊക്കെ വന്ന് പ്രധാനമായിട്ടും ഞങ്ങളൊക്കെ വരാറുള്ളത് വീട്ടിൽ നിന്ന് നേർച്ചാക്കിയിട്ടായിരുന്നു ഇവിടെ വരിക. ഒരു നേരത്തെ ഭക്ഷണമോ അങ്ങനെ ദ്വാരക്കാൻ വരും. ഞാൻ ഈ കുട്ടികൾ ആമീൻ ചെല്ലുമ്പോൾ എൻ്റെ മനസ്സ് പിറകോട്ട് പോയത് അങ്ങനെയാണ്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ ഇവിടെ വരുന്നത് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോഴാണ്. അന്ന് എൻ്റെ വാപ്പയും ഉമ്മയൊക്കെ എന്നെ കൊണ്ടുവന്നത് ഒരു നേർച്ചയുടെ ഭാഗമായിട്ടായിരുന്നു. ഫസ്റ്റ് ക്ലാസ് കിട്ടാൻ വേണ്ടി യത്തീംഖാനയിലേക്ക് നേർച്ചയില്ലായിരുന്നു അന്ന്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു കൊടുവള്ളി യത്തീംഖാനയിലേക്ക് ഇപ്പോഴും നേർച്ച നേരുന്ന എത്രയോ ആളുണ്ട്, അല്ലേ റഹീംക? എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പോഴും ആവാതെ ഇൻഷാ അല്ലാ. ഏതായാലും ഈ മഹത്തായ സ്ഥാപനം, അന്നത്തെ ആ ദുആയുടെ ഒരു അലയൊലിയും പ്രതിധ്വനിയും ഇപ്പോഴും ഈ ഹാളിലൊക്കെ ഇങ്ങനെ മുഴങ്ങിക്കേൾക്കുന്ന പോലെ ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെടും. കാരണം ഞങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്, ഈ സ്ഥാപനത്തിനോടൊപ്പമാണ്. ഏതു കാര്യത്തിനും ഏതു സമയത്തും ഞങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങളോടൊപ്പം എന്ന് കുട്ടികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും വലിയ വൈജ്ഞാനികമായ മുന്നേറ്റത്തിൻ്റെ മുമ്പിൽ നടക്കാൻ ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഒരുക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.